ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ഇന്നലെ അവസാനിച്ചു. 2020 പരമ്പരയിൽ ഇന്ത്യ വിജയിച്ചിരുന്നുവെങ്കിലും ഏകദിനം ഇന്ത്യക്ക് കൈവിട്ടു. ആദ്യ മത്സരം തന്നെ ജയിക്കേണ്ടിയിരുന്ന ഇന്ത്യ അത് സമനിലയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. രണ്ടാമത്തെ മത്സരം ശ്രീലങ്ക 32 റൺസിന് വിജയിച്ചിരുന്നു. മൂന്നാമത്തെ മത്സരം 110 റൺസിനാണ് ശ്രീലങ്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ശ്രീലങ്ക 2-0 പരമ്പര സ്വന്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നാണം കെട്ട തോൽവി തന്നെയായിരുന്നു അവസാനത്തെ മത്സരത്തേത്. ഒരു ബാറ്റ്സ്മാനും ബൗളർക്കും നല്ലൊരു താളം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം 2020 ക്ഷീണം അവർ ഏകദിനത്തിൽ തീർത്തു എന്ന് തന്നെ പറയാം. ജയസൂര്യയ്ക്കും അസ്ലങ്കയ്ക്കും വളരെ ആശ്വാസകരമായ ഒരു വിജയമാണ് ഈ പരമ്പര നേടിക്കൊടുത്തത്. ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ വളരെ നല്ല ഒരു സ്കോർ പടുത്തുയർത്താൻ അവർക്ക് സാധിച്ചു. എന്നാൽ പതിവുപോലെ തന്നെ മിഡിൽ ഓർഡേഴ്സ് എല്ലാം തന്നെ പരാജയമായിരുന്നു. ഈ ശ്രീലങ്കയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസംഗയും ഫെർണാണ്ടോയും ചേർന്ന് 89 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ആദ്യം നൽകിയത്. രണ്ടാമത്തെ വിക്കറ്റ് 171 റൺസ് ഉള്ളപ്പോഴാണ് പോയത്. മൂന്നാമത്തെ വിക്കറ്റ് 183 നഷ്ടമായതിനു ശേഷം പിന്നെ വിക്കറ്റുകൾ വീഴുന്നതാണ് കണ്ടത്. എന്നിരുന്നാൽ പോലും അവർക്ക് ഒരു നല്ലൊരു സ്കോർ പടുത്തുയർത്താൻ സാധിച്ചു. നിസംഗ 45 റൺസും ഫെർണാണ്ടോ 96 റൺസ് നേടിയപ്പോൾ കെ മെൻഡസ് 59 റൺസ് നേടി. എന്നാൽ അസലങ്കയ്ക്ക് 10 റൺസിൽ ഔട്ടാവുകയും സമരവിക്രമ ഗോൾഡൻ ഡക്ക് ആവുകയും ചെയ്തു. ലിയാങ്കെ 8 റൺസും വെല്ലങ്കെ 2 റൺസുമാണ് നേടിയത്. കമിന്ദു മെൻഡിസാണ് 23 റൺസ് പിന്നെ ഒരു ബാറ്റിങ്ങിൽ നേടിയത്. തീക്ഷണ 3 റൺസും നേടി. അങ്ങനെ നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസാണ് ശ്രീലങ്ക നേടിയത്. ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറാജും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത്. റിയാൻ പരാഗ് 9 ഓവറിൽ നിന്ന് 56 റൺസ് നൽകിക്കൊണ്ട് 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഇടയ്ക്കൊരു ടേണിംഗ് പോയിൻ്റായിട്ട് നമ്മുടെ പരാഗ് തന്നെയാണ് വന്നത്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹർഷീപ് സിംഗിന് പകരം പരാഗിനെ എടുത്ത ഒരു തീരുമാനം ശരി വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു പരാഗിൻ്റേത്. 249 റൺസ് എന്ന വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യമേ കാലിടറി. രോഹിത് ശർമ്മ മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. രോഹിത് ശർമ്മ 35 റൺസ് നേടി. 20 പന്തുകളിൽ നിന്നാണ് 35 റൺസ് നേടിയത്. എന്നാൽ വെല്ലങ്കയ്ക്ക് വിക്കറ്റ് നൽകി രോഹിത് ശർമ്മ ഔട്ടാവുകയായിരുന്നു. ഗില്ലാകട്ടെ 14 പന്തുകളിൽ നിന്ന് വെറും 6 റൺസ് മാത്രമാണ് നേടിയത്. വിരാട് കോഹ്ലി വീണ്ടും പരാജിതനായിരുന്നു. കാരണം 18 പന്തുകളിൽ നിന്ന് 20 റൺസ് മാത്രമാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത്. ഋഷഭ് പന്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 9 പന്തുകളിൽ നിന്ന് 6 റൺസ് എടുത്ത് പന്തും ഔട്ടായി. ശ്രേയസ് അയ്യർ ആകട്ടെ 8 റൺസാണ് നേടിയത്. അക്സർ പട്ടേൽ 2ഉം പരാഗ് 15 റൺസ് നേടി. ദുബെ ആകട്ടെ 9 റൺസിന് പുറത്താവുകയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദറാണ് പിന്നെ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. 25 പന്തുകളിൽ നിന്ന് 30 റൺസ് നേടി. കുൽദീപ് യാദവ് 6 റൺസും സിറാജ് ഔട്ടാവാതെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ 26.1 ഓവറിൽ 138 ഇന്ത്യ ആൾ ഔട്ട് ആവുകയായിരുന്നു. ശ്രീലങ്കയുടെ ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെർണാണ്ടോയ്ക്ക് 1 വിക്കറ്റാണ് കിട്ടിയത്. തീക്ഷണ അതുപോലെ തന്നെ വന്ദർശയ്ക്കും ഈ 2 വിക്കറ്റുകൾ വീതം നേടി. വെല്ലങ്കെ ആകട്ടെ 5 ഓവറുകളിൽ നിന്ന് 5 വിക്കറ്റുകളാണ് നേടിയത്. കഴിഞ്ഞ കളിയിൽ വാന്ദർസയായിരുന്നു ഇന്ത്യയുടെ പതനത്തിന് കാരണമായതെങ്കിൽ ഇത്തവണ വെല്ലങ്കയായിരുന്നു ഇന്ത്യയുടെ പതനത്തിന് കാരണം. അങ്ങനെ ഇന്ത്യ എന്തായാലും ഏകദിനം മൊത്തത്തിൽ പരാജയപ്പെട്ടു. ശ്രീലങ്ക 2-0 അത് സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ മത്സരം 110 റൺസിന് ശ്രീലങ്ക വിജയിച്ചു. തുടർന്നുള്ള കളികളിൽ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും ഇനിയും കുറേ മാറ്റങ്ങൾ ടീമിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഏകദിന പരമ്പര നഷ്ടപ്പെട്ടത് ഒരു ക്ഷീണം തന്നെയാണ്. അതൊക്കെ മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.